അന്ത്യകാലം അടുക്കുന്നതിൻ്റെ സൂചനകൾ ഭാഗം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയവരോട് കാരുണ്യം പുലർത്താതിരിക്കൽ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നാൽ നീ അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിടങ്ങൾ നീട്ടിയുണ്ടാക്കപ്പെടുന്നതുവരെ അന്ത്യദിനം സംഭവിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിൻ്റെ മുമ്പ് 4 വൻ പാപങ്ങൾക്ക് വൻ വർധനവുണ്ടാവും. അതിലൊന്ന് കള്ളസത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനമടുത്താൽ സമയം അടുക്കും, പ്രവർത്തനം കുറയും, ലുബ്ധത വർദ്ധിക്കും, കലഹങ്ങൾ പുറപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനാനുബന്ധമായി അല്ലാഹ് എന്ന് നിബന്ധനയുൾക്കൊണ്ട് ഉച്ചരിക്കുന്നവരുണ്ടാകില്ല. കൂടുതൽ ജനങ്ങളും വ്യഭിചാര സന്തതികളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനാനുബന്ധമായി എൻ്റെ സമുദായത്തിൽ വൈവിധ്യ ഭക്ഷണപാനീയങ്ങൾ, ഇതര വസ്തു വിഭവങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നവർ ഗണ്യമായി വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികളേക്കാൾ ക്ലബ്ബുകൾ സജീവമാകുന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാം പറയൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രമാവുന്നതുവരെയും കച്ചവടങ്ങൾ വർദ്ധിക്കുന്നതുവരെയും അന്ത്യദിനം സംഭവിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കാത്ത് നിർവഹണത്തിൽ അലംഭാവം പ്രകടിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുദ്ധിമുട്ട് ഭയന്ന് ബഹുമാനിക്കുന്നത് അന്ത്യദിനത്തിൻ്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യപാനം വർദ്ധിക്കുന്നത് അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു പ്രത്യേകതരം കാറ്റിനെ ഭൂമിയിലേക്ക് അയക്കും. ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാനുള്ളവർ അതുവഴി മരണപ്പെടുകയും ചെയ്യും. പിന്നീട് ഭൂമിയിൽ അവശേഷിക്കുന്നത് യാതൊരു നന്മയുമില്ലാത്ത അധർമ്മകാരികളും സത്യനിഷേധികളുമായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ശേഷമായിരിക്കും പ്രസ്തുത കാറ്റടിച്ച് വീശുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പർവ്വതങ്ങളുടെ ചലനം സംഭവിച്ചാൽ അത് അന്ത്യദിനത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നതുവരെ അന്ത്യദിനം സംഭവിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഒരു കാലം വരും, പ്രസ്തുത സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ഇസ്ലാമിനു വേണ്ടി ക്ഷമയവലംബിക്കുന്നവൻ തീക്കട്ട പിടിച്ചവനെ പോലെയാവും.